പ്രിയമുള്ള കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നമ്മൾ കുറേ നാളായി വീഡിയോ കേട്ടിട്ട് സുഖമില്ലായിരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചത്. ഏവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഫുൾ സപ്പോർട്ട് തരിക. നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇത് പകുതി മുറിച്ച് നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എല്ലാം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കഴുകിയെടുക്കാൻ തുടങ്ങുകയാണ്. എല്ലാം നമ്മൾ നല്ലപോലെ ചിരണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പടവലങ്ങയുടെ ഉള്ളിലുള്ള അഴുക്കുകൾ മൊത്തം നമ്മൾ ചിരണ്ടി കളയുകയാണ്. നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആണത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. അതിനുശേഷം നമ്മൾ പടവലങ്ങ കൊത്തി അരിയുകയാണ്, ചെറുതായിട്ടൊന്ന് കൊത്തി അരിയുകയാണ്. കൂട്ടുകാരെ, പുറത്ത് കരിയിലക്കിളികളുടെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് കൊത്തിയരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് കൊത്തിയരിഞ്ഞ് കിട്ടും. നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വെച്ച് കൊത്തിയരിയുകയാണ്. അങ്ങനെ നമ്മൾ പടവലങ്ങ മുഴുവൻ കൊത്തിയരിഞ്ഞിട്ടുണ്ട്. അടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആ ക്യാരറ്റും നമ്മൾ കൊത്തിയരിയുകയാണ്. ചെറുതായിട്ട് കൊത്തിയരിയണം. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറന്നു പോകാതെ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ആ ലൈക്ക് സഹായിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നമ്മളങ്ങനെ ക്യാരറ്റും കൊത്തി അരിഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സവാള ഉള്ളി അതും അതുപോലെ തന്നെ നമ്മൾ കൊത്തി അരിയാൻ തുടങ്ങുകയാണ്. സവാളയും അതുപോലെ തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും അതുപോലെ തന്നെ നല്ലതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. കൂട്ടുകാരുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. നമ്മൾ സവാളയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. മൂന്നും കൂടെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 പച്ചമുളക്, എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4. ഒരു 5 ചെറിയ വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. മിക്സി ഇല്ലാത്തവർ അരകല്ലിൽ ഉപയോഗിക്കുന്നവർ ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സി ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ വട്ടം ഒന്ന് കറക്കിയെടുക്കുക. അധികം അരഞ്ഞു പോകരുത്. തോരനുള്ളതായതുകൊണ്ട് അധികം അരഞ്ഞു പോകരുത്. അരകല്ലിൽ ഉപയോഗിക്കുന്നവർ ഒന്ന് ചതച്ചെടുക്കുക. നമ്മളത് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് കറക്കി ഒറ്റ വട്ടം കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ രീതി മതി. അടുത്തതായി നമ്മളൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആ ചട്ടിയിലേക്ക് ഇടുക. ഇത് കൂടാതെ നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനോടൊപ്പം ചേർക്കാൻ അത് അവസാനം നമ്മൾ പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. ഒരു സാധനം കൂടെ ചേർത്താലേ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്ത്
നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുക. നമ്മുടെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഇതിനോടൊപ്പം മറ്റൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൂട്ടുകാർക്ക് അറിയുള്ളൂ. നമ്മൾ ആ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ആ അരപ്പ് കഴുകിയ വെള്ളം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട. പടവലങ്ങയിൽ വെള്ളം ഉള്ളത് കൊണ്ട് അധികം വെള്ളം ഉപയോഗിക്കേണ്ടതായിട്ടില്ല. പടവലങ്ങയ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അതും ഇതിലേക്ക് ഇറങ്ങും. അല്പം വെള്ളമൊഴിച്ച് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച്, നമ്മൾ വിറകടുപ്പിലാണ് എപ്പോഴും പാചകം ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് വേവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് തുവരപ്പരിപ്പാണ്. നമ്മൾ ഇത് അരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ തുവരപ്പരിപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അതാണ് നമ്മളിപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നല്ലതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. അടുത്തായിട്ട് നമുക്കൊരു മൂടി വെച്ചത് ഒന്ന് അടച്ചു കൊടുക്കാം. കൂട്ടുകാരെ, മഴയൊക്കെ ആയതുകൊണ്ട് തീ കത്താൻ അല്പം പ്രയാസമാണ്. വിറകെല്ലാം നനഞ്ഞതൊക്കെ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം മുകളിലുള്ള സാധനങ്ങൾ വേകാന്നതിന് വേണ്ടിയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി അത് പറ്റിച്ചെടുക്കുക. ഇവിടെ വെള്ളമെല്ലാം വാർന്ന് നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലെ കടുക് പൊട്ടിക്കുകയാണ്. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കൂട്ടുകാർ കറിവേപ്പില, 2 ഉണക്കമുളക് എന്നിവ കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കൂട്ടുകാർ അത് ഉപയോഗിക്കുക. നമുക്ക് നമ്മുടെ തോരനിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അല്പം എടുത്ത് നമുക്ക് ആ കടുക് പൊട്ടിച്ച ചട്ടിയിലേക്ക് ഇട്ട് അതുകൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോഴേവർക്കും നമ്മളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എവർക്കും നന്ദി, നമസ്കാരം.